മാത്രമല്ല അതിന്റെ അടിയിലുള്ളതെല്ലാം മാന്തിയെടുക്കാൻ ശേഷിയുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. പക്ഷെ അതല്ലല്ലോ ഞങ്ങളുടെ ഉദ്ദേശം. ഞങ്ങളെങ്ങനെ ഏത് വിധത്തിൽ അക്രമം നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടോ? അക്രമം നടത്തും. ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടത് ശരിയാണ്. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം നല്ല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കരുത്തുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഒരു പീറ ഷഡ് കൊണ്ടേ കത്തിക്കുക, എന്നിട്ട് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുക ഇത് നടത്തിയതിന് പിന്നിൽ ടി.എ. മസൂദനാണ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പയ്യന്നൂരിലെ മുൻ എം.എൽ.എ. സഖാവ് ടി.എ. മസൂദനാണ് ഇതിന് പിന്നിൽ നിന്ന് പ്രചരിപ്പിക്കുക. ഏത് തെളിവിന്റെ അടിസ്ഥാനത്തില്? അയാൾ പത്രസമ്മേളനത്തിൽ പറയുന്നതിന്റെ ഇടയിൽ തന്നെ പറഞ്ഞല്ലോ, സാധാരണ ഷെഡില് കാവലായിട്ട് ഒരാളുണ്ടാവും, പക്ഷെ അന്നേ ദിവസം ആളുണ്ടായില്ല എന്ന് കൃത്യമായി അറിയാൻ വേണ്ടി കഴിയുന്ന ആർക്കാ? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സന്തോഷാണോ? ജില്ലാ സെക്രട്ടറി അംഗം ടി.എ. മസൂദനാണോ? മസൂദൻ അത് അന്വേഷിച്ചു പോവാണോ? ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളാരാ? വളരെ ആസൂത്രിതല്ലേ? ഞങ്ങൾ പയ്യന്നൂരിലെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, അടിയന്തരമായി കൃത്യമായ അന്വേഷണം നടത്തി SIT അല്ല അതിന്റെ അപ്പുറത്തെ IT ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ട് അന്വേഷിക്കണം. അന്വേഷിച്ച് ഉത്തരവാദികളെ പിടിക്കണം. പാർട്ടി അനാവശ്യമായിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പാർട്ടിയെ പ്രചരണത്തിന് വിധേയമാക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് ഉത്തരവാദികൾ